മറ്റൊരു മുഖത്തിൽ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ പേര് പ്രധാനമാണ്. ഇതിനു മുന്നേ നമ്മൾ പല പത്രസമ്മേളനങ്ങളും ആസ്റ്ററിൽ നടത്തിയിരുന്നു. ഞാൻ ആസ്റ്റർ റിസൈൻ ചെയ്തിട്ട് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ കേരള CEO ആയിട്ട് ചാർജ് ചെയ്തു. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ സംരംഭമാണ് ശ്രീചന്ദ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഏതൊരു ഹെൽത്ത് കെയർ സെക്ടർ അല്ലെങ്കിൽ ഒരു ആശുപത്രി ഉണ്ടാക്കുമ്പോൾ ആ ആശുപത്രിയുടെ ശ്വാസം എന്ന് പറയുന്നത് അതിലെ ഡോക്ടർമാർ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ശ്രീചന്ദിന്റെ കിങ് ശ്രീചന്ദിന്റെ ഫിംഗേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്. ആദ്യം ഡോക്ടർ രവീന്ദ്രൻ സർ നമ്മുടെ കാർഡിയോളജി മേധാവിയാണ്. ഡോക്ടർ നാസർ നമ്മുടെ അനസ്തീഷ്യ രംഗത്തെ മേധാവി, നമ്മുടെ അക്കാഡമിക്സ് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ഡോക്ടർ കൃഷ്ണകുമാർ കാർഡിയോതൊറാസിക് സർജറി വിഭാഗം നേതൃത്വം നൽകുന്നു. ഡോക്ടർ ജിജിത് ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി വിഭാഗത്തിന് നേതൃത്വം നൽകുന്നു. ഡോക്ടർ മഹേഷ് ഭട്ട് ന്യൂറോ സർജറി വിഭാഗത്തിന് നേതൃത്വം നൽകുകയാണ്. ഡോക്ടർ ദിൽഷാദ് പുള്ളി ഒരു അനസ്തറ്റിസ്റ്റ് ആണ്, എന്നാൽ യൂണിറ്റ് ഹെഡായിട്ട് കിംസ് ശ്രീചന്ദ്രൻ പ്രവർത്തനം ആരംഭിച്ചു. ഒരു സ്വകാര്യ ആശുപത്രിയിൽ എപ്പോഴും സാധാരണക്കാരന് താങ്ങാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പേഴ്സണൽ നമ്പർ അടക്കം ഞാൻ എന്താ വെച്ചത്, നിങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരാളുണ്ട്, സാമ്പത്തികമായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുക. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള കുറെ CSR ആക്ടിവിറ്റീസ് ഇതിന്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് അവർക്ക് വേണ്ടി ഇളവുകൾ കൊടുക്കാനും അവർക്ക് വേണ്ടി ചികിത്സാ സംവിധാനം ഒരുക്കുവാനും നമ്മൾ തയ്യാറാണ്. അത് നേരിട്ട് ഞാൻ തന്നെ നോക്കി ചെയ്തൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ഫോൺ നമ്പർ തന്നെ ഈ പത്രക്കുറിപ്പിൽ വെച്ചിട്ടുണ്ട്.